കണ്ടതാ ഞാൻ പറഞ്ഞത് സംഭവം. അപ്പൊ അന്ന് മുനീശ്വരൻ കോവിലിന്റെ മുന്നിൽ നിന്ന് ഗുണ്ടകൾ കൊണ്ടുപോകുന്ന കണ്ടു നമ്മള്. അതെ അതെ അതെ. അപ്പൊ അതിന്റെ അകത്ത് വേറെ വണ്ടിയിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് കൊണ്ടുപോകുമ്പോ സംഭവം ഇതിന്റെ അകത്ത് വരുന്നത് എന്താന്ന് വെച്ചാൽ തൂങ്ങി മരണം എന്ന് പറഞ്ഞ് വിധി എഴുതി. പക്ഷെ അതൊക്കെ ആത്മഹത്യയല്ല, കൊന്നു കെട്ടി തൂക്കിയതാ. ഇവിടെ വേറെ ഗോവിന്ദൻ മാഷ മോന്റെയും നമ്പർ പരിശോധിച്ചാൽ ഇതിന്റെ വലിയ തെളിവുകൾ കിട്ടും. ശ്യാമളേച്ചി എന്ന് പറഞ്ഞ ആ വൈഫിന്റെ നമ്പർ പരിശോധിച്ചാൽ അതിനേക്കാണ്. ഇവിടെ ദിവ്യ വെറും ഒരു ഡെമ്മി മാത്രം. സെൻജി, ഗുഡ് മോർണിംഗ്. ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീണാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖം, അത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും കുറേ സംശയങ്ങൾ അവർ പറയുന്നതിൽ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. മുനീശ്വർ കോവിലിൻ്റെ മുന്നിൽ നിന്ന് നവീൻ ബാബുവിനെ തട്ടിക്കൊണ്ടുപോയത് അവർ കണ്ടു എന്നാണ് പറയുന്നത്. അവർ ആ സമയത്ത് അവിടെ എത്തിയത് എന്തിനാണ്, എങ്ങനെയാണ് അവർ അത് കണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ അവർക്കതെല്ലാം തുറന്നു പറയാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. ഓരോ ദിവസവും നവീൻ ബാബുവിൻ്റെ വിഷയം പുതിയ തലത്തിലേക്കാണ് പോകുന്നത്. സത്യത്തിൽ CBI അന്വേഷണം ഉണ്ടാകുമോ? ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? നീതി കിട്ടാൻ എന്തെങ്കിലും സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ടോ? അല്ല, ഈ ഇപ്പം ധന്യ പറഞ്ഞ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പം ഈ പറയുന്ന ഒരു സ്ത്രീ ഒരു വെളിപ്പെടുത്തൽ നടത്തി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതല്ലേ. കാരണം ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്, അതായത് ADM പോലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ, സംശയങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരാൾ വലിയ വെളിപ്പെടുത്തൽ നടത്തിയത്, അതും ഒരു സ്ത്രീ. ഈ വെളിപ്പെടുത്തൽ നടത്തിയെന്ന് മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ മലയാളപ്പുഴയിലെ വീട്ടിലെത്തി ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ആ സമയത്ത് നവീൻ ബാബുവിൻ്റെ വീട്ടിൽ മന്ത്രിമാരടക്കം CPM നേതാക്കളടക്കം ഒരു വലിയ വൃന്ദം ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു കെട്ടുപാടിൽ നിന്ന് മോചിതയായിട്ട് സംസാരിക്കാൻ ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യക്കോ മക്കൾക്കോ കഴിയില്ല. ഒന്നാമത് അന്നത്തെ മാനസികാവസ്ഥ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും കുത്തി ചോദിച്ചാൽ അറിയാതെ എന്തെങ്കിലും വീണുപോയാൽ ഒരു പക്ഷേ ഈ പറയുന്ന സ്ത്രീ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ ചർച്ചകൾ ആകെ വഴി മാറുമായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ചില നേതാക്കളെങ്കിലും കൃത്യമായ പ്ലാനിങ് നടത്തിയെന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്തായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയാ ഇവർ പറഞ്ഞത്? ഇവർ പറയുന്നത് മുനീശ്വർ ഇതിൽ അന്വേഷണം കൃത്യമായി നടക്കണം. ഇവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും ഉദ്ദേശത്തിന് പുറത്ത് പറയുന്നതാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും പറയാൻ കാണിച്ച ധൈര്യം അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഇവർ പറയുന്നത് മുനീശ്വർ കോവിലിന്റെ മുന്നിൽ നിന്ന് ഒരു വാഹനത്തിൽ നവീൻ ബാബുവിനെ തട്ടിക്കൊണ്ടുപോയതായി ഇവർ കണ്ടു എന്നാണ് പറയുന്നത്. കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താൻ കഴിയില്ല. കാരണം CPMന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഭീഷണികളുണ്ട്, തന്നെ കൊല്ലുമോ എന്നുള്ള ഭയം വരെയുണ്ട്. അങ്ങനെ കൊല്ലാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ അടുത്താണ് ഇവരുടെ വീട്. അവിടേക്ക് വന്നാൽ ഞാൻ അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വന്ന് കൊന്നിട്ട് പോകാം എന്ന അത്രയും ധൈര്യത്തോടെയാണ് പറയുന്നത്. മാത്രമല്ല ഇവർ കുടുംബത്തിൽ, എനിക്ക് തോന്നുന്നു നവീൻ ബാബുവിന്റെ അനിയനാണ് അഡ്വക്കേറ്റ് എന്ന് തോന്നുന്നു, പ്രവീൺ ബാബുവിനോട് ഇവർ പറഞ്ഞു എന്ന് പോസ്റ്റ്മോർട്ടം ഒരിക്കൽ കൂടി ചെയ്യണം, ബോഡി ദഹിപ്പിക്കരുത്, അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ നടത്തരുത്, ബോഡിയിൽ ചില പാടുകളുണ്ട്, അപ്പോൾ അത് പരിശോധിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം എന്ന് ഇവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ പ്രവീൺ ബാബു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ ഹർജി നൽകും എന്ന് ഇവർ വിചാരിച്ചു. അങ്ങനെ അവർ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇവർ അത് ചെയ്യാത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവർ പറയുമ്പോൾ വീട്ടുകാരെ കൂടി ഒരു സംശയം നിലയിൽ നിർത്തുന്നില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഒരാൾ മരിക്കുന്നു, ആ വീട്ടിലെ ഗൃഹനാഥനാണ്. ഗൃഹനാഥൻ്റെ മരണത്തെ തുടർന്ന് മക്കളും അമ്മയും, അതായത് ഭാര്യയും വല്ലാത്ത മാനസികാവസ്ഥയിലായിരിക്കും. കാരണം ഒരു സ്വാഭാവിക മരണമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഷോക്കിൽ നിന്ന് മുക്തരാൻ കുറച്ച് സമയമെടുക്കും. തൊട്ട് തലേ ദിവസം മീഡിയയിൽ ഉൾപ്പെടെ വന്നത് എന്താണ്, ഈ നവീൻ ബാബു അഴിമതിക്കാരാണ്, കൈക്കൂലിക്കാരനാണെന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ്. അതിൻ്റെ ഒരു ഷോക്കിൽ നിൽക്കുന്ന ആൾ അന്ന് രാത്രിയിൽ ഒരു അസ്വാഭാവിക മരണം ഉണ്ടാകുന്നു, ഇയാളുടെ ജീവൻ നഷ്ടപ്പെടുകയാണല്ലോ. ആ സമയത്ത് ഈ പറയുന്ന സ്ത്രീ ഇവരെ മുനീശ്വരൻ കോവിലിൻ്റെ മുമ്പിൽ നിന്ന് കണ്ടു എന്ന് പറയുന്നു. ശരിയാണ്, മുനീശ്വരൻ കോവിലിൻ്റെ മുന്നിലാണ് ഇയാളെ കൊണ്ട് ഇറക്കിയത്, ADMനെ ഇറക്കിയത് ഡ്രൈവർ തന്നെ വെളിപ്പെടുത്തും. ഇപ്പോഴും നമുക്കറിയാത്ത കാര്യം, മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ നിന്ന് എങ്ങനെയാണ് നവീൻ ബാബു ഈ വീട്ടിലേക്ക് എത്തിയത്? 2-3 കിലോമീറ്റർ ഉള്ളൂ, നടന്നെത്താവുന്ന ദൂരേ ഉള്ളൂ. പക്ഷേ ഒരു ഓട്ടോയിലാണോ പോയത്, അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ചോ? ഇവിടെ ഒരു സംശയമുണ്ട്. മാത്രമല്ല നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ട്. അങ്ങനെ രക്തക്കറ ഉണ്ടാവുകയാണെങ്കിൽ, ശക്തമായ ഒരു ആഘാതം അടിവയറ്റിൽ ഏൽക്കുകയാണെങ്കിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും അത് പുറത്തേക്ക് വരികയും ചെയ്യാം.
ഒരു പോസിബിലിറ്റിയാണ്. നമുക്കതിനെക്കുറിച്ച് ഈ പറയുന്ന മെഡിക്കൽ കാര്യങ്ങളൊന്നും കൃത്യമായി പറയാൻ അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അതുപോലും അന്വേഷിക്കുകയും അതിന് കൃത്യമായ ഒരു പോസ്റ്റ്മോർട്ടം നടപടികളിലൊക്കെ തിരക്കുകയും വേണമായിരുന്നു. ഇതൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോഴടക്കം ഈ പ്രവീൺ ബാബു എന്ന് പറയുന്ന അനുജനോ അല്ലെങ്കിൽ ഈ മഞ്ജുഷ എന്ന് പറയുന്ന ഭാര്യയോ അവരുടെ ബന്ധുക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ അസാന്നിധ്യത്തിൽ ഇതെല്ലാം നടന്നു. മാത്രമല്ല ഈ മൃതദേഹം ഈ സംസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ചു എന്ന് പറയും നമ്മൾ അല്ലേ, അതായത് അഗ്നിക്ക് അല്ലെ കൊടുക്കുകയാണ്. അപ്പോൾ അഗ്നിക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്താ പറഞ്ഞാൽ ഒരു അവശിഷ്ടം ഉണ്ടാവില്ല, ചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ കേസിൽ ഒരു സംശയമുണ്ട്, തൽക്കാലം ഇത് ദഹിപ്പിക്കേണ്ട എന്ന് പറയേണ്ടത് ഒരു പക്ഷേ മഞ്ജുഷയായിരുന്നു. പക്ഷേ അന്നേരത്തെ മഞ്ജുഷയുടെ മാനസികാവസ്ഥ, അന്നേരത്തെ മന്ത്രിമാർ അല്ലെങ്കിൽ CPM നേതാക്കൾ ഞങ്ങളുണ്ട് കൂടെ, എല്ലാം ഞങ്ങൾ ശരിയാക്കി തരും, ആ ദിവ്യ ഞങ്ങളിപ്പോൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പിന്തുണ നൽകിയപ്പോൾ അതൊന്നും ഓർക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായില്ല. അതാണ് ഈ സ്ത്രീ ഇപ്പോൾ പറഞ്ഞത്. ഈ അഭിഭാഷകനായ സഹോദരൻ ഒരു പക്ഷേ അങ്ങനെ നിലപാടെടുക്കും, കാരണം അയാൾക്ക് അങ്ങനെ നിലപാടെടുക്കാമല്ലോ. ഒരു പക്ഷേ ഈ അഭിഭാഷകനും നിലപാടെടുക്കാൻ കഴിഞ്ഞ കാണത്തില്ല. അതുപോലെ പ്രശ്നം ഉണ്ടാവും. പെട്ടെന്ന് ഈ പറയുന്ന ദഹിപ്പിക്കാനുള്ള ടീം വരുന്നു, അതിനുള്ള കാര്യങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ ഇവിടെ ദഹിപ്പിക്കേണ്ട, ഇവിടെ അടക്കം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അല്ലേ, അതൊരു വലിയ ചർച്ചയൊക്കെ ആകും. അപ്പോൾ അത്തരത്തിലൊരു ധൈര്യമായ സ്റ്റെപ്പ് എടുക്കാൻ ആരെങ്കിലും തയ്യാറാകണമായിരുന്നു. ആ സ്റ്റെപ്പ് എടുക്കാത്തതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ എല്ലാം ഇവിടെ നിലനിൽക്കുന്നത്. പക്ഷേ ഇവർ പറയുന്ന പോലെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ഗൂഢുദ്ദേശമുണ്ട്. അപ്പോൾ ആ തട്ടിക്കൊണ്ടു പോയ ആള് ആരാണ്, അല്ലെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവും. അല്ല സിനിജ, എനിക്കൊരു സംശയം, തട്ടിക്കൊണ്ട് പോയത് കണ്ട അപ്പോൾ തന്നെ ഇവർ പോലീസിനെ അറിയിക്കാൻ പാടില്ലായിരുന്നു ഇവർ. പക്ഷെ അന്ന് അവർ ഇങ്ങനെ ഒരു സ്ത്രീ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഇതിനകത്ത് ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചെറിയ ആരോപണങ്ങളും ചെറിയ വാർത്തയൊക്കെ വന്നിരുന്നു. പക്ഷെ അതിന് വലിയ പ്രാധാന്യം ആർക്കും കൊടുത്തില്ല. അപ്പോൾ ഈ സ്ത്രീ ആരാണ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും പ്രാധാന്യം കൊടുത്തത്. മാത്രമല്ല CPMൻ്റെ ഒരു കുത്തക സ്ഥലമായ സ്ഥലത്ത് നിന്ന് ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ എടി നിന്നെ അങ്ങനെ ചെയ്യും, നീ മര്യാദയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയും പെടുത്താം, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അതിൽ നിന്ന് അകറ്റി നിർത്താം. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുക ഒരു പോസിബിലിറ്റിയാണ്. ഇപ്പോൾ ഇവർ ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത് ഇവർ ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇരിക്കൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന് കുറച്ച് ആധിപത്യമുള്ള, കണ്ണൂരിൽ കോൺഗ്രസിന് കുറച്ചെങ്കിലും സ്വാധീനമുള്ള മേഖലകളിലൊന്നാണ് ഇരിക്കൂർ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവർ ധൈര്യമായി പറയുന്നത്. അപ്പോൾ ഇവരൊരു പൊതുപ്രവർത്തിയാണ്, സാമൂഹ്യ പ്രവർത്തിയാണ്. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തനിക്ക് പേടിയില്ല, തനിക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചും അന്വേഷണം നീങ്ങണം. മറ്റൊന്ന്, എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ ഒരു മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ എടുത്തു മാറ്റേണ്ടി വരും. ഈ ആന്തരിക അവയവങ്ങൾ പിന്നീട് പരിശോധനയ്ക്ക് വിധേയമാക്കാം. ഇത്തരം പരിശോധനയ്ക്കൊക്കെ ഒരു സാധ്യതയുണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഒരു പക്ഷേ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബമായിരുന്നു. അന്നത്തെ മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ അത് കഴിഞ്ഞില്ലെങ്കിലും ബന്ധുക്കൾക്ക് അത് ചെയ്യാമായിരുന്നു. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി CPMൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ അവർക്കൊരു ചുറ്റും ഒരു വലയം പോലെ അവിടെ ഒരു എന്താ പറയുക ഒരു മതിൽ തീർത്തു. എന്തിനായിരിക്കാം അത്? ഇവിടെയൊക്കെ ഇതെല്ലാം സംശയം ഉണർത്തുന്നു. മാത്രമല്ല ഇവർ പറഞ്ഞിരുന്നു ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മതിയെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ മതി എന്ന് പറഞ്ഞത് അവർ വാക്കാൽ പറഞ്ഞതല്ല, റിക്വസ്റ്റ് ആയിട്ട് കളക്ടറെ അറിയിച്ചത്. എന്നിട്ടും കളക്ടർ അതിനകത്ത് വീണ്ടും നടപടി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് നേരെ കൊണ്ടുപോയത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത് ആ രീതിയിൽ ചെയ്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മനസ്സിലാക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് ബോഡി കൊണ്ടുപോയതെന്നും അവിടുത്തെ പോലീസ് സർജൻ ഉൾപ്പെടെ ഇപ്പോൾ സംശയനിഴലിലാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ പോലീസ് സർജൻ ആദ്യം പിന്നെ CPMൻ്റെ ഒരു അനുഭാവിയായിരുന്നു എന്നും നേതാവായിരുന്നു എന്നും പിന്നീട് മട്ടാഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ആദ്യം ഇയാൾ പിന്നെ പ്രാക്ടീസ് തുടങ്ങിയതെന്നും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സംശയത്തിന് ഇങ്ങനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ അവരെ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. മാത്രമല്ല ഈ ആൾക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടാകാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇതേക്കുറിച്ചും പറയണം. ഇപ്പം നമുക്ക് സംശയം തോന്നുന്നത് എന്താ പറയുക, ഈ നവീൻ ബാബു തൂങ്ങി നിന്നത് എവിടെയാണ്? മുറിക്കകത്താണോ, ഹാളിലാണോ, അതോ ബാത്റൂമിലാണോ? ഒന്നും അറിയില്ല. ഇയാൾ എങ്ങനെയാണ് തൂങ്ങുന്നത്? ഒരു കയർ എന്താണ്, വലിയ കയറിലാണോ ചെറിയ കയറിലാണോ? സാധാരണഗതിയിൽ ഒരു ഹോട്ടൽ മുറിയിൽ പോലും ഒരാൾ തൂങ്ങി നിന്നാൽ അയാളുടെ മുട്ട് താഴെ ഇടിച്ചിട്ടുണ്ടോ, കാലിൽ അത്രയും നീളമുള്ള ഒരാൾക്ക് ആ കയറിൽ തൂങ്ങാൻ പറ്റുമോ? പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ എടുക്കുന്നു. ഈ ഫോട്ടോ പോലീസ് തന്നെ മീഡിയയ്ക്ക് കൊടുക്കുന്നു, എന്നിട്ട് അത് വലിയ വാർത്തയാക്കുന്നു. ഇവിടെ ADM പോലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ മരിച്ചിട്ടും ഇപ്പോഴും അതിൻ്റെ ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകളോ ഒന്നും പുറത്തേക്ക് വിടുന്നില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തൃപ്തികരമാണെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി പറയേണ്ട കാര്യം എന്താ? പാർട്ടി സെക്രട്ടറി അല്ലേ, സർക്കാർ ആ കാര്യം പറയട്ടെന്നേ. അപ്പോൾ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായി CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നു, സംശയം ഉണ്ടാക്കുന്നു. അല്ല, ഇപ്പോൾ ഈ വീണാമണി ഗോവിന്ദന്റെ മകന്റെയും PK ശ്യാമളയുടെയും കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ ഇതിൽ കൃത്യമായ ഉത്തരം കിട്ടുമെന്നുള്ള ആരോപണവും കൂടി ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിക്കും മകനും ഭാര്യയ്ക്കുമെതിരെ, പ്രത്യേകിച്ച് PK ശ്യാമളയാണ്
പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പി ദിവ്യയെ സ്വീകരിക്കാനായി ജയിലിലേക്ക് എത്തിയത് എന്നുള്ള ഒരു ആരോപണം വലിയ രീതിയിൽ അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലരും അത്തരത്തിൽ വലിയ വിമർശനം അതിനെതിരെ ഉയർത്തി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ആ കെ ശ്യാമളയ്ക്കെതിരെയും കൂടി ഇപ്പോൾ സംശയത്തിന്റെ മുൾമുനകൾ നീങ്ങുക എന്നാണ് ഈ വീണാമണി പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണം അതൊരു ആത്മഹത്യ അല്ല എന്ന് പിന്നെ ഇപ്പോൾ ഏകദേശമൊക്കെ ഈ ആന്തരിക രക്തസ്രാവവും ഈ മരണസമയത്തെ കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ, പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് ഈ പോലീസ് മറയ്ക്കാൻ ശ്രമിക്കുന്നത്, മാത്രമല്ല ഈ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധന ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിനി നടത്താൻ പറ്റില്ല, കാരണം മൃതദേഹം പൂർവ്വം കത്തിച്ചില്ലേ, അവിടെയാണ് പ്രശ്നം. അത് ചെയ്യരുതായിരുന്നു. ഇപ്പോൾ സാധാരണ ഇതിൽ ADM എന്നുള്ള ഒരാൾ മരിച്ചു, സംശയമുണ്ടെങ്കിൽ ഈ അധികൃതർ തന്നെ പറയണം ഇത് അങ്ങനെ ചെയ്യണ്ട, ഇത് നമുക്ക് കുഴിച്ചിടുന്ന രീതിയിലുള്ള സംസ്കാരം മതി എന്ന് പറയാം. കാരണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നമുക്ക് ദൂരീകരിക്കാം. അപ്പോൾ അവിടെ സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ പോലുള്ള നടപടി അവർ ചെയ്തില്ല. അപ്പോൾ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്ത കുറേ കാര്യങ്ങളിൽ വീഴ്ചകളുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇതിൻ്റെ കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞതിന് ശേഷം പിന്നീടും ഈ പ്രശാന്തൻ്റെയും കളക്ടറെയൊക്കെ മൊഴിയെടുക്കാനായിട്ട് SIT ടീം പോയതല്ലേ. എന്തുകൊണ്ടാണ്? CBI വന്നാൽ തുടക്കം മുതലുള്ള പാളിച്ചകളെല്ലാം ഇവർ പുറത്താക്കും. ഇപ്പോൾ CBI പറയുന്നത് ഞങ്ങൾ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇത് ആവശ്യം ഉന്നയിച്ച് മഞ്ജുഷ ഈ ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ഹൈക്കോടതി വാദവും കേട്ടു. ഇനി നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ മനുഷ്യത്വപരമായ പല കാര്യങ്ങളിലും, അപ്പോൾ നിയമം എന്നതിനപ്പുറത്തേക്ക് നീതി എന്ന രീതിയിൽ കോടതിക്ക് ഇടപെടാം. ഹൈക്കോടതി അങ്ങനെ നീതി എന്ന രീതിയിൽ ഇടപെട്ടാൽ മഞ്ജുഷയ്ക്കും കുടുംബത്തിനും അതൊരു നീതിയായിരിക്കും. കാരണം അവരുടെ ഒരു സംശയമല്ലേ, അത് ദൂരീകരിക്കട്ടെ, എന്താ പ്രശ്നം? അപ്പോൾ ADM പോലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ കൊല്ലപ്പെടാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇതിലെല്ലാം പങ്കാളികളായത് CPMൻ്റെ ഉന്നത നേതാക്കളാണ്. ജില്ലാ തലത്തിലെ പല കാര്യങ്ങളിലും ഇടപെട്ടത് CPM നേതാക്കൾ തന്നെയാണ്. അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഊരിപ്പോകട്ടെ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ കോടതിയുടെ ഒരു അനുമതി നിർദ്ദേശമൊക്കെ കിട്ടട്ടെ. സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് ഇവരെയും ചോദ്യം ചെയ്യട്ടെ. SIT ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പറയാം. അപ്പോൾ ഇത് അങ്ങനെയല്ല, തട്ടിക്കൊണ്ടുപോയതല്ലെങ്കിൽ അവിടുത്തെ ഫോട്ടോഗ്രാഫ് ഇത് കണ്ടോ, ഇയാൾ ഇങ്ങനെയാണ് തൂങ്ങി നിന്നത്, ഇയാൾ ഇങ്ങനെയാണ് മരിച്ചത്, ഇന്ന സമയത്തുള്ള കൃത്യമായി പുറത്തു വിടട്ടെ. മുനീശ്വരൻ കോവിലിൻ്റെ അടുത്തു നിന്ന് 3 കിലോമീറ്റർ അപ്പുറമുള്ള ഈ ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് വരെ ഇയാൾ എങ്ങനെ പോയി, ഇതിൻ്റെ ദുരൂഹത ഇപ്പോഴും അവസാനിക്കുന്നില്ല. എന്തായാലും ഇവരുടെ വെളിപ്പെടുത്തൽ വരും മണിക്കൂറുകൾക്കുള്ളിൽ കൂടുതൽ ചർച്ചയാവുന്ന കാര്യത്തിൽ സംശയം വേണ്ട, അല്ലേ?